ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് അറബിക്കിലെ ആദ്യത്തെ ലെറ്ററായ അലിഫ് ഖത്തുസുലുസ് അഥവാ തുലുത്ത് സ്ക്രിപ്റ്റിൽ എങ്ങനെ വളരെ വ്യക്തമായി നുക്തയോടുകൂടി അഥവാ അതിൻ്റെ നിയമത്തോടുകൂടി എങ്ങനെ എഴുതാം എന്നതാണ്. ഇന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഹോം മെയ്ഡ് തന്നെ ഉണ്ടാക്കിയ ജാവി കലം പോലത്തൊരു കലം കൊണ്ടാണ്. അറബിക് കാലിഗ്രഫിയെക്കുറിച്ച് വളരെയധികം അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള അത്യാവശ്യം ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കലമുകൾ. ബാംബു കലം പോലത്തെ ബ്രൗൺ കളറുള്ള കലമുകളാണ് ബിലി കലം. അതുപോലെ തന്നെ മറ്റുള്ള എൻ്റെ കയ്യിലുള്ള എല്ലാ കലമുകളും ജാവി കലമുകളാണ്. കലം ഓർ കാഗസ് എന്ന ചാനലിൽ നിന്നാണ് ബിലി കലമും അതുപോലെ തന്നെ ജാവി കലം വാങ്ങിയത് സലാമി സ്റ്റോസിൽ നിന്നാണ് വാങ്ങിയത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് കാലിഗ്രഫിക്ക് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് പെന്നാണ് ഞാൻ സ്റ്റീലിൻ്റെ പോലത്തെ എടുത്തിട്ടുള്ളത്. അത് അറബിക് കാലിഗ്രഫി എഴുതുമ്പോൾ ഇംപെർഫെക്ഷൻ ഉണ്ടാകുന്ന പ്ലേസുകളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വളരെയധികം യൂസ്ഫുള്ളാണ്. ബ്രൗൺ കളർ ഇങ്കാണ് ഞാൻ ഇന്നിപ്പോൾ യൂസ് ചെയ്യണത്. ഗ്ലോസി ഷീറ്റാണ് ഞാൻ കാലിഗ്രഫി എഴുതാനായിട്ട് യൂസ് ചെയ്യണത്. പിന്നെ ഞാൻ ബ്രൗൺ കളർ എടുക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം എന്നുള്ളത് സ്ട്രോക്സ് അഥവാ കാലിഗ്രഫിയെ വളരെയധികം മനോഹരമാക്കുന്ന ഒരു സംഭവമാണ് സ്ട്രോക്സ്. കാലിഗ്രഫി എഴുതുമ്പോൾ വരുന്ന ഒരു സ്ട്രോക്സ്. ഇതുപോലെ എല്ലാ ലെറ്റേഴ്സും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കാലിഗ്രഫിക്ക് ഗ്ലോസി ഷീറ്റാണ് യൂസ് ചെയ്യുക. അതിപ്പോൾ ഗ്ലോസി ഷീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഇപ്പോൾ നമുക്ക് ഈ നോട്ടീസ് വരുന്ന ഒരു ടൈപ്പ് ഗ്ലോസി ടൈപ്പ് പേപ്പർ ഉണ്ടല്ലോ, അതും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതിനേലും ഏകദേശം ഒരു 130 GSM ഉള്ള ഗ്ലോസി ഷീറ്റ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതാവും നല്ല ബെറ്റർ. മിനിമം 100 GSM ഉള്ള ഗ്ലോസി ഷീറ്റെങ്കിലും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കലം തുടക്കാൻ വേണ്ടി ചെറിയൊരു തുണിയുടെ പീസ് എടുത്തിട്ടുണ്ട്. ചില ടൈമിൽ ഇങ്ക് ഓവർലോഡ് ആവാണ്ടിരിക്കാനാണ് ലിക്ക യൂസ് ചെയ്യുന്നത്. ചില ടൈമിൽ ഓവർലോഡ് ആവുമ്പോൾ നമ്മൾ തുണിമേ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ ഏകദേശം ആ ഒരു ഓവർലോഡായ ഒരു ഭാഗം തുണിമേക്ക് പോയി അത്യാവശ്യം ഒരു കലമിന് എത്ര ഈർപ്പം വലിച്ചെടുക്കാൻ പറ്റും അത്രത്തോളം ഇങ്ക് കലമിൽ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഓവർഫ്ലോ അഥവാ ഇപ്പോൾ ഈ കാലിഗ്രഫി എഴുതുന്ന ടൈമിൽ ഇങ്ക് പുറത്തേക്ക് പോകുക അങ്ങനത്തെ ഒരു ഇഷ്യൂ അതോടുകൂടി സോൾവ് ആയി കിട്ടും. ഏകദേശം 45 ഡിഗ്രി കർവി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു നുക്ത അഥവാ ഒരു സ്ക്വയർ പോലത്തെ ആ ഒരു സംഭവം ഞാൻ ഇട്ടത്. അതാണ് കാലിഗ്രഫിയിൽ ബേസായിട്ട് ഓരോ ലെറ്റേഴ്സ് എഴുതുമ്പോഴും നുക്തയുടെ കണക്കിലാണ് ലെറ്റേഴ്സിൻ്റെ വലുപ്പമൊക്കെ നമ്മൾ എഴുതേണ്ടത്. കലം ഇപ്പോൾ ഞാൻ വെച്ചേക്കുന്നത് 70-75 ഡിഗ്രി കർവിലാണ്. അങ്ങനെയാണ് ഓരോ ലെറ്റേഴ്സും എഴുതേണ്ടത്. പ്രത്യേകിച്ച് അലിഫിൻ്റെ തുടക്ക ഭാഗം 75 ഡിഗ്രി കർവിലായിരിക്കണം കലമിൻ്റെ ആദ്യത്തെ തുടക്കം വേണ്ടത്. നമുക്ക് കലം വേണമെങ്കിൽ 70 to 80 ഇതിനേത് ഡിഗ്രി ഒന്നെങ്കിൽ 70 അല്ലെങ്കിൽ 80 ഡിഗ്രി അല്ലെങ്കിൽ 75 ഏകദേശം ആ ഒരു കർവിലാണ് കലം പിടിക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ കലം യൂസ് ചെയ്യണതിൻ്റെ ബേസിക് റൂള്. അങ്ങനെ ഏകദേശം 7ഓളം നുക്ത വരുന്ന അലിഫ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് അളവാണ് 7 നുക്ത എന്നുള്ളത്. നമുക്ക് അലിഫിൻ്റെ അളവ് ഏകദേശം 4 മുതൽ 11 വരെ നമുക്ക് നീട്ടാം അല്ലെങ്കിൽ നീട്ടം കുറക്കാം. സ്റ്റാൻഡേർഡ് അഥവാ ഏകദേശം സ്റ്റാൻഡേർഡായിട്ടുള്ള അളവാണ് 7 നുക്ത. ഇപ്പോൾ കാലിഗ്രഫി മത്സരങ്ങളിലൊക്കെ പോകുമ്പോൾ 7 നുക്തയാണ് എല്ലാവരും ശ്രദ്ധിക്കുക. ലാസ്റ്റായി ഞാൻ കാലിഗ്രഫി ചെയ്ത ഒരു ഭാഗത്തിൻ്റെ പേരാണ് ഹില്യ അഥവാ സുൽഫ് എന്നൊക്കെ പറയും. ആ ഒരു തൊപ്പി പോലത്തെ അലിഫിൻ്റെ ആ ഒരു തുടക്ക ഭാഗമാണ് ഹില്യ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കലം ഏകദേശം 80 ഡിഗ്രി അഥവാ 70 ഡിഗ്രി to 80 ഡിഗ്രി ഇതിനിടയിലുള്ള ഏത് ഡിഗ്രിയിൽ വേണേലും വെക്കാം. 70 or 80 അല്ലെങ്കിൽ ഇതിനിടയിലുള്ള ഏത് ഡിഗ്രിയിൽ വെച്ച് അങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്താലാണ് കലം ആദ്യം നമുക്ക് കൈവഴക്കായി പറ്റുക. കലം ആദ്യം കൈവഴക്കമായി കഴിഞ്ഞാൽ നമുക്ക് ഏത് ലെറ്റേഴ്സും അത്യാവശ്യം പെട്ടെന്ന് തന്നെ നല്ല ഒബ്സർവേഷനൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഓരോ ലെറ്റേഴ്സും പതുക്കെ കംപ്ലീറ്റ് ചെയ്ത് കാലിഗ്രഫി പൂർണ്ണമായി പഠിച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ സൈഡിൽ പെന്നോണ്ട് എഴുതണത് 4 to 11 എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ആ ഒരു
അലിഫിൻ്റെ ഏകദേശം എത്രത്തോളം നീട്ടാം എത്രത്തോളം കുറക്കാം എന്നതിൻ്റെ ആ ഒരു ഇതാണ്. ഹില്യയുടെ ഏകദേശം അളവ് അഥവാ ആ ഒരു പോർഷൻ്റെ അളവ് മാത്രം നോക്കുമ്പോൾ ഏകദേശം 1.5 നുക്തയോളമാണ്. ഹില്യ ആ ഒരു കുനിപ്പ് ഒഴിച്ച് ബാക്കി നോക്കുമ്പോൾ ഏകദേശം 1 നുക്ത, ആ ഒരു കുനിപ്പ് 1/2 നുക്ത, അങ്ങനെ 1.5 നുക്ത. പിന്നെ ബാക്കിയുള്ള ഏകദേശം 5 നുക്ത വരെ അഥവാ ഇപ്പോൾ ഒരു വര ഇട്ടേക്കണം ആ ഒരു ഭാഗം വരെ ടോട്ടൽ ഭാഗത്തിന് സ്വദർ എന്നാണ് പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ ബേസിക് ആയിട്ടുള്ള അതോ സ്റ്റാൻഡേർഡ് അളവോട് കൂടിയുള്ള അലിഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി പ്രാക്ടീസ് ചെയ്യുക. ഞാനിപ്പോൾ ഇത്രയധികം ഈയൊരു ലെവൽ ആയത് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടാണ്. ആദ്യത്തെ എൻ്റെ അലിഫൊക്കെ കണ്ടാൽ എനിക്ക് തന്നെ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നില്ല. ഇപ്പോഴാണ് ഇത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഇപ്പം ഞാൻ വരച്ച ഒരു വര ഉണ്ടല്ലോ ഈ അലിഫിനെ തൊട്ടടുത്ത്, അത് അങ്ങനെ വരക്കൽ തെറ്റാണ്. ഇപ്പോൾ മിക്കവരും ഈ അലിഫ് നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റായി വെച്ചാലും ഏകദേശം ആ ഒരു ചില ഭാഗം ചെരിഞ്ഞു വരുമ്പോൾ ആൾക്കാർ വിചാരിക്കും അങ്ങനെയാണ് ചെരിച്ച് വരക്കേണ്ടതെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എങ്ങനെയാണോ ഇരുന്ന് എഴുതണത് അതിന് സ്ട്രെയിറ്റായിട്ട് 2 വരകൾ വരക്കുക. വെച്ചാൽ ആ ഒരു വര വരക്കണം മീൻസ് 1 നുക്തയുടെ വീതിയായിരിക്കണം ഈ ഒരു അലിഫിന് ഉണ്ടാവേണ്ടത്. 1 നുക്തേനേലും കൂടി വല്ലാണ്ട് വളഞ്ഞു പോയാൽ അതൊരു പെർഫെക്റ്റ് അലിഫല്ല. അലിഫിൻ്റെ ടോട്ടൽ അളവുന്നത് 7 നുക്ത അഥവാ നീളത്തിൽ 7 നുക്തയും വീതിക്ക് 1 നുക്തയാണ്. അപ്പോൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ആണ് അത്യാവശ്യം ഇമ്പ്രൂവ്മെൻ്റ് വരുത്തേണ്ടത്. നിങ്ങൾക്ക് ഈ അലിഫ് എഴുതിയാൽ മനസ്സിലാവും, നോക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഏകദേശം റൈറ്റിലോട്ട് ഇത്തിരി ബെൻഡായിട്ടാണ് നമ്മൾ അലിഫ് എഴുതിയേക്കണത്. അങ്ങനെയാണ് അലിഫ് എഴുതേണ്ടത്. ആ ഒരു ബെൻഡാവണേൻ്റെ അളവെന്നുള്ളത് ആ ഒരു എൻഡിങ്ങിൽ ഹാഫ് നുക്ത അഥവാ 1 നുക്ത ഇട്ട് ആ ഒരു വര വരച്ചതിൻ്റെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ഹാഫ് നുക്ത പോലെയില്ലേ, അങ്ങനെയാണ് അലിഫ് എഴുതേണ്ടത്. അത്യാവശ്യം എല്ലാവരും ഈ രീതിക്ക് എഴുതി പ്രാക്ടീസ് ചെയ്താൽ തന്നെ നല്ല ഇതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ടൈമിൽ ഏകദേശം 1000 അലിഫ് എഴുതി പ്രാക്ടീസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എഴുതിയ അലിഫും ലാസ്റ്റ് എഴുതിയ അലിഫും അത്ര അധികം ഡിഫറൻസാണ് അത് കണ്ടേക്കണത്. അപ്പോൾ അതാണ് പ്രാക്ടീസ് ചെയ്യുക. സുലുസ് സ്ക്രിപ്റ്റിലെ ഏറ്റവും ടഫുള്ള ഒരു ലെറ്ററാണ് അലിഫ്. അലിഫ് എഴുതാനാണ് എല്ലാവർക്കും നല്ല പാടുണ്ടാവുക. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ തന്നെ ബാക്കിയുള്ള ലെറ്റേഴ്സൊക്കെ വളരെ ഈസി ആയിരിക്കും. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.